ഏവർക്കും MRK ബ്രോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാതിരിക്കുവാൻ വയ്യ. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കുത്തി നിറച്ച് നടക്കുന്ന ഇന്നത്തെ സമൂഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് മാതൃകയാക്കുവാനുള്ളത് ഒട്ടനേകമാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റോമ സാമ്രാജ്യത്തിലൂടെ നട്ടുച്ച സമയത്ത് കയ്യിൽ റാന്തൽ വിളക്കും കത്തിച്ചുകൊണ്ട് ഗ്രീക്ക് ഫിലോസഫറായ ഡയോജീനസ് നടന്നു നീങ്ങുകയാണ്. അദ്ദേഹത്തെ കണ്ട് അത്ഭുതപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സൂര്യൻ കത്തിജ്വലിക്കുന്ന നട്ടുച്ച സമയത്ത് നിങ്ങൾ എന്തിനാണ് കയ്യിൽ റാന്തൽ വിളക്ക് കത്തിച്ച് നടക്കുന്നത്? അപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരമായ ഒരു മറുപടി പറഞ്ഞു, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടവരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് നന്മയുണ്ടാവുക? നമ്മുടെ സുഖം അത് മറ്റുള്ളവരുടെ സുഖമായിരിക്കണം. മറ്റുള്ളവർ നമ്മളിലൂടെ സന്തോഷം കണ്ടെത്തണം. ഉദാഹരണത്തിന്, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തെ അലോസരമായി ഓടിക്കുമ്പോൾ അതിലുള്ളവർക്ക് സന്തോഷമാണോ വേവലാതിയാണോ ഉണ്ടാവുക? ചിന്തിക്കണം. നാം വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും സുഖവും അല്ല നോക്കേണ്ടത്, മറിച്ച് അതിലുള്ളവരുടെ കാര്യം കൂടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളത് അനിവാര്യമാണ്. കപിലവസ്തുവിന്റെ മകനായ സിദ്ധാർത്ഥൻ ഒരിക്കൽ ആട്ടിൻകൂട്ടത്തിൽ കാലിന് ക്ഷതം സംഭവിച്ച് മുടന്തി നടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? ആ ആട്ടിൻകുട്ടിയെ എടുത്ത് മാറോട് ചേർത്തി ആ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ നടന്നുപോയി. ഈ സ്നേഹം അലയടിക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഒരിക്കൽ ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ മൃതദേഹത്തെ കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു തന്റെ അനുയായികളോട് ചോദിച്ചു, ഈ ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയുടെ മൃതദേഹത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ പലരും പറഞ്ഞു, അത് ചീഞ്ഞ് നാറി മലിനമായിരിക്കുന്നു, അത് ദുർഗന്ധം വമിക്കുന്നു, അതിന്റെ ശരീരത്തിൽ പുഴു അരിക്കുന്നു എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. അവസാനം യേശുക്രിസ്തു അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അതിന്റെ പല്ലുകൾക്ക് എന്താ തിളക്കം. യേശുക്രിസ്തുവിന്റെ ഈ അത്ഭുതകരമായ മറുപടി കേട്ട് അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും ഭൂരിഭാഗവും മലീമസമായി കിടക്കുന്ന ഈ ശരീരത്തെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ തിളങ്ങുന്ന പല്ലുകളെ കണ്ടെത്തിയത്? അപ്പോൾ യേശുക്രിസ്തു മറുപടി പറഞ്ഞു, ഒരു പാത്രത്തിൽ ഉള്ളത് മാത്രമേ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് മറയുകയുള്ളൂ. എൻ്റെ ഉള്ളിലുള്ളത് എന്നിലൂടെ പുറത്തോട്ട് വന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളിലൂടെ പുറത്തോട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും സ്വഹാബികളും ഒരിടത്തിരിക്കുമ്പോൾ കുറച്ച് ജനങ്ങൾ ഒരു മൃതശരീരം ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടു. അത് കണ്ടയുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ഇത് കണ്ട് സ്വഹാബികൾ നബിയോട് ചോദിച്ചു, അത് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയുടെ മൃതദേഹമല്ലേ? ഇത് കണ്ട് എന്തിനാണ് അങ്ങ് എഴുന്നേറ്റ് നിന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഏത് മതത്തിൽപ്പെട്ട വ്യക്തി എന്നുള്ളതല്ല, അതൊരു മൃതദേഹമാണ്, അതിനെ നാം ബഹുമാനിക്കണം. അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ രാജ്യം അപകടകരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മതേതര ഇന്ത്യക്ക് മതേതരത്വം എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. വിദ്വേഷത്തിന്റെ ചോരയല്ല, മറിച്ച് കാരുണ്യത്തിന്റെയും മതേതരത്തിന്റെയും ചോരയാണ് തിളക്കേണ്ടത്. നാം ഓരോരുത്തരും പരസ്പരം വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കുത്തി നിറച്ച് നടക്കാതെ കരുണ കാണിച്ച് മുന്നേറണം. ജാതിയും മതവും നോക്കാതെ ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ, അതിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന AP ഉസ്താദിന്റെ പ്രയത്നത്തെ മനസ്സിലാക്കുവാതെ, അതിൽ അഭിമാനം കൊള്ളുവാതെ, അതിലും വെറുപ്പും വിദ്വേഷവും കലർത്തുന്ന മനുഷ്യരോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ, നിങ്ങൾ സ്വയം നന്നാവുക.